നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു മോക്ക് ടെസ്റ്റ് ആണ്. PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന നിയമം വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള റാങ്ക് നിർണയ ചോദ്യങ്ങൾ അടങ്ങിയ പ്രസ്താവന ചോദ്യങ്ങൾ അടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഒന്ന് അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തേക്കാം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിലേ നിങ്ങളുടെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാതെ പോകരുതേ. പിന്നെ നമ്മുടെ എല്ലാ അപ്ഡേറ്റുകളും ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്തേക്കാം. ഫസ്റ്റ് കമന്റ് നോക്കുക, അതിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റിലേക്ക് പോവാം. അപ്പോൾ വിവരാവകാശ നിയമം ഞാൻ ഒരു ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്ലാസ്സും കൂടി വരാനുണ്ട്. അപ്പൊ എന്തായാലും മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ സംഘടനയാണ് MKSS. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. മൂന്നാമത്തെ പ്രസ്താവന, പൗരന്മാർക്ക് അറിയാനുള്ള അവകാശ നിയമം ലോകത്ത് ആദ്യമായി പാസാക്കിയ രാജ്യം സ്വീഡനാണ്. വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതില് ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. എല്ലാം ശരിയാണ്. വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ സംഘടനയാണ് MKSS, മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘടന്റെ ആസ്ഥാനം രാജസ്ഥാനാണ്. ഈ സംഘടനയുടെ സ്ഥാപകയാര അരുണ റോയി ആണ് സ്ഥാപക. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം ലോകത്ത് ആദ്യമായി പാസാക്കിയ രാജ്യം സ്വീഡനാണ്. ഇന്ത്യ 57ാമത് രാജ്യമാണ്. എന്നിരുന്നാലും PSCയുടെ ആൻസർ 55 എന്നുള്ളതാണ്. വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. വർഷം 1997. 1997 തമിഴ്നാട്ടില് പാസാക്കിയത്. ഇനി വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് നിലവിൽ വന്നത്. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ മാസം 15-ാം തീയതി. 2005 ജൂൺ മാസം 15-ാം തീയതി പ്രസിഡന്റ് ഒപ്പുവെച്ചു. 2005 ഒക്ടോബർ മാസം 12-ാം തീയതി ഈ ഒരു നിയമം നിലവിൽ വന്നു. ഉത്തരം ഓപ്ഷൻ എ, എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. അടുത്തത് ചേരുംപടി ചേർക്കുക. അധ്യായം 1 പ്രാരംഭികം എന്ന് തന്നിട്ടുണ്ട്. അധ്യായം 3 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അധ്യായം 4 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ഇതെങ്ങനെയാണ് ചേരുംപടി ചേർക്കേണ്ടത്? ഓപ്ഷൻസ് നോക്കുക, ഉത്തരം എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അധ്യായം 1 പ്രാരംഭികം, അതായത് പ്രിലിമിനറി. അധ്യായം 3 പറയുന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റിയാണ്. അധ്യായം 4 പറയുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റിയാണ്. അപ്പൊ A1, B3, C2 എന്നുള്ളതാണ് ഉത്തരം. അധ്യായം 1 പ്രാരംഭികം. ആകെ എത്ര അധ്യായങ്ങളാണ് ഉള്ളത്? ആകെ എത്ര ചാപ്റ്റേഴ്സ് അഥവാ അധ്യായങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ 6 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഞാൻ ഓൾറെഡി ഇത് ക്ലാസ് എടുത്തതാ. അധ്യായം 1 എന്ന് പറയുന്ന പ്രിലിമിനറി പ്രാരംഭികമാണ്. അധ്യായം 2 എന്നാൽ വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളെയും പറ്റിയാ പറയുന്നത്. അധ്യായം 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അധ്യായം 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അധ്യായം 5 വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും അപ്പീലുകളും പിഴകളെയും പറ്റിയാ പറയുന്നത്. അധ്യായം 6 മിസ്ലീനിയസ് ആണ്. പല വക കാര്യങ്ങളാണ് അധ്യായം 6 പറയുന്നത്. അടുത്ത ചോദ്യം, വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് കണ്ടെത്തുക. അപേക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ. ഓപ്ഷൻ എ 5, ബി 6, സി 7, ഡി 8. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 6. വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 6 ആണ്. ഇനി സെക്ഷൻ 6 2 എന്താ പ്രതിപാദിക്കുന്നത്?
വിവരം ലഭിക്കുന്നതിന് അപേക്ഷ നൽകിയിട്ടുള്ള അപേക്ഷകനോട് അയാളെ ബന്ധപ്പെടുന്നതിന് ആവശ്യമായ വിവരം ആവശ്യപ്പെടുന്നതിന്റെ കാരണമോ അല്ലെങ്കിൽ വ്യക്തിപരമായ മറ്റു വിവരങ്ങളോ ആവശ്യപ്പെടാൻ പാടുള്ളതല്ല എന്ന് പ്രതിപാദിക്കുന്ന സെഷനാണ് സെഷൻ 6-2. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, A4 സൈസ് പേപ്പറിൽ വിവരം ലഭ്യമാകാൻ പേജ് 1-ന് 3 രൂപയാണ് നൽകേണ്ടത്. രണ്ടാമത്തെ പ്രസ്താവന, വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് 10 രൂപയാണ്. മൂന്നാമത്തെ പ്രസ്താവന അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 8 ആണ്. നാലാമത്തെ പ്രസ്താവന, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് 30 ദിവസത്തിനകമാണ്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. തെറ്റ്. അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? 7 ആണ്. സെക്ഷൻ 7-ലാണ് അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 8-ൽ എന്തുവാ പറയുന്നത്? സെക്ഷൻ 8-ല് പൗരന് നൽകാൻ പാടില്ലാത്ത വിവരങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 8. സെക്ഷൻ 7-ല് അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ആദ്യത്തെ പ്രസ്താവനയില്ലേ, A4 സൈസ് പേപ്പറിൽ വിവരം ലഭ്യമാകാൻ പേജ് 1-ന് 3 രൂപയാണ് നൽകേണ്ടത്. അത് പുതുക്കിയ ഫീസ് നിരക്കാണ് 3 രൂപ. മുൻപ് A4 അല്ലെങ്കിൽ A3 പേജില് വിവരം ലഭിക്കുന്നതിന് 2 രൂപ കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ പുതുക്കിയ നിരക്ക് അനുസരിച്ചിട്ടാണ് ഒരു പേജിന് 3 രൂപ എന്ന നിരക്കിൽ കൊടുക്കേണ്ടത്. ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എത്രയാണ്? 10 രൂപയാണ്. 10 രൂപയാണ് അപേക്ഷാ ഫീസ്. ഈ ഫീസ് എങ്ങനെയൊക്കെ കൊടുക്കാം? കോഡ് ഫീസ് സ്റ്റാമ്പായിട്ടോ അല്ലെങ്കിൽ ട്രഷറിയിൽ ഒടുക്കിയതിന്റെ അസൽ ചെല്ലാനോ അല്ലെങ്കിൽ 10 രൂപ നേരിട്ട് ഒടുക്കിയതിന്റെ രസീതോ അല്ലെങ്കിൽ ചെക്കായിട്ടോ ബാങ്ക് ചെക്കായിട്ടോ ആരുടെ പേരിൽ കൊടുക്കണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെയോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേരിലോ കൊടുക്കേണ്ടതാണ്. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് 30 ദിവസത്തിനകം. ശരിയാണ്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 35 ദിവസത്തിനകം വേണം തനിക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ മറുപടി നൽകാൻ. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളുടെ മറുപടി നൽകാൻ എത്ര ദിവസമാണ്? 2 ദിവസം അല്ലെങ്കിൽ 48 മണിക്കൂറിനകം വേണം ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങൾക്ക് മറുപടി നൽകാൻ. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ഇന്റലിജൻസ് ബ്യൂറോ, ബി പ്രധാനമന്ത്രിയുടെ ഓഫീസ്, സി ആസാം റൈഫിൾസ്, ഡി സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഇപ്പൊ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെ പറ്റി പറയുന്ന വകുപ്പ് ഏത്? 24-ൽ 1. 24-ൽ 1-ാം വകുപ്പിലാണ് പറയുന്നത്. 24-1 അതിലുള്ള സ്ഥാപനങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ട്, ആസാം റൈഫിൾസ് ഉണ്ട്, സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ട്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, അത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, ബോർഡർ റോഡ് ഡെവലപ്മെന്റ് ബോർഡ്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ്, സശസ്ത്ര സീമാ ബെൽ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇൻകം ടാക്സ് ഇവയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിൽ പിഴകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത്? ഓപ്ഷൻ എ 18, ബി 19, സി 20, ഡി 21. ഉത്തരം ഓപ്ഷൻ സി ആണ്, 20. പിഴകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 20 ആണ്. ഈ പിഴ എപ്പോഴാ കൊടുക്കേണ്ടേ? കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അല്ലെങ്കിൽ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ നിയമം നിർദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ വിവരം നൽകാതിരുന്നാലോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതുമായ വിവരം നൽകിയാലോ, ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസ്, അപ്പോഴൊക്കെയാണ് പിഴ കൊടുക്കേണ്ടത്. പിഴ എന്ന് പറയുന്നത് ഓരോ ദിവസവും 250 രൂപയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ദിവസവും 250 രൂപ. അങ്ങനെ ശരിയായ ഇൻഫർമേഷൻ കൊടുക്കുന്നത് വരെ ദിവസവും 250 രൂപ വീതം പിഴ കൊടുക്കണം. എന്നാൽ മാക്സിമം പിഴ എത്രയാണ്? 25,000 രൂപയാണ്. അതായത് പിഴ 25,000 രൂപയിൽ കവിയാൻ പാടില്ല എന്നുകൂടി പറയുന്നുണ്ട്.
അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വിവരം കൊടുക്കുന്നത് വരെ ദിവസവും 280 രൂപ വീതം പിഴ കൊടുക്കണം. മാക്സിമം 25,000 രൂപയിൽ കവിയാൻ പാടില്ല. ഇനിയേ ഈ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒഴിവാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ കീഴില് ഈ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണം ക്രൈം ബ്രാഞ്ച് CID, പിന്നെ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ യൂണിറ്റ്, സ്പെഷ്യൽ ബ്രാഞ്ച് CID, സ്റ്റേറ്റ് ആൻഡ് റീജിയണൽ ഫോറൻസിക് ലബോറട്ടറി, ഇവയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തേത്, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. നിലവിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്തത്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങിയിരിക്കേണ്ടതാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 12(1). അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ 12(2) ആണ്. 12(2) അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കി 3 പ്രസ്താവനകളും ശരിയാ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ മാസം 12, നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ മാസം 15-ാം തീയതി. ഈ നിയമം കമ്മീഷൻ നിലവിൽ വന്നത് അല്ലെങ്കിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ മാസം 12-നാണ്. നിലവിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. 11ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് യശ്വർദ്ധൻ കുമാർ സിൻഹ. ആദ്യത്തേത് ആരാണ്? ആദ്യത്തേത് വജാഹത്ത് ഹബീബുള്ളയാണ്. വജാഹത്ത് ഹബീബുള്ള. രണ്ടാമത്തത് AN തിവാരിയാണ്. രണ്ടാമത്തത് AN തിവാരി. ആദ്യത്തേത് വജാഹത്ത് ഹബീബുള്ള, രണ്ടാമത്തേത് AN തിവാരി, മൂന്നാമത്തേത് സത്യാനന്ദ മിശ്രയാണ്. സത്യാനന്ദ മിശ്ര. ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള, രണ്ടാമത്തേത് AN തിവാരി, മൂന്നാമത്തേത് സത്യാനന്ദ മിശ്ര. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യത്തെ വനിത ആരാണ്? ദീപക് സന്ധു ആണ് ആദ്യത്തെ വനിത. അടുത്ത ചോദ്യം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2005-ലെ വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം ഏത്? ആദ്യത്തേത്, ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും ലഭ്യമാകുന്നതാണ്. രണ്ടാമത്തെ പ്രസ്താവന, പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നതാണ്. മൂന്നാമത്തേത്, വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ലഭ്യമാണ്. നാലാമത്തേത്, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ മാത്രം ലഭ്യമാകുന്നതാണ്. അപ്പൊ ഇതിൽ ശരി ഉത്തരമാണ് കണ്ടെത്തേണ്ടത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ലഭ്യമാണ്. അതാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിവരാവകാശ നിയമം എന്ന് പറയുന്ന ക്ലാസ്സിൽ എടുത്തതാ. അടുത്ത, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ബി കേന്ദ്ര സർക്കാർ, സി പ്രധാനമന്ത്രി, ഡി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. രാഷ്ട്രപതിയാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നത്. അതുപോലെ ഈ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? അതിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. പിന്നെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവുണ്ട്. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ട്. അങ്ങനെ ഈ 3-അംഗ സമിതിയാണ് ഇവരെ നിയമിക്കാൻ ശുപാർശ ചെയ്യുന്നത്. പ്രധാനമന്ത്രിയാണ് അതിന്റെ അധ്യക്ഷൻ, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവുണ്ട്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ട്. അടുത്ത ചോദ്യം, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ കേന്ദ്ര സർക്കാർ, ബി രാഷ്ട്രപതി, സി 5 വർഷം കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്, ഡി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, കേന്ദ്ര സർക്കാർ. ഇത് 2019-ലെ വിവരാവകാശം നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 2019 വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം നിലവിൽ കേന്ദ്ര സർക്കാരാണ് ഇവരുടെ കാലാവധി തീരുമാനിക്കുന്നത്.
ആദ്യം ഈ 2005 വിവരാവകാശ നിയമപ്രകാരം ഉണ്ടല്ലോ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും അതുപോലെ ഈ കമ്മീഷണർമാരുടെയും കാലാവധി എന്ന് പറയുന്നത് 5 വർഷം കാലമാണ്. അതുപോലെ പുനർ നിയമനത്തിന് അവർക്ക് അർഹതയും കാണത്തില്ല. പക്ഷേ 2019 നിയമ ഭേദഗതി അനുസരിച്ച് ഇത് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ ഒരു കണ്ടീഷൻ ഉണ്ട്, 65 വയസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല. അതുപോലെ ഈ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും ആരുടെ മുൻപാകെയാ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? രാഷ്ട്രപതിയുടെ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇവര് സത്യപ്രതിജ്ഞ ചെയ്യുന്നതും പ്രസിഡന്റിന് മുൻപാകെയാണ്. കൂടാതെ ഇവര് രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ആർക്കാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. പിന്നെ 2019 വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം ഇവരുടെ ശമ്പളവും അതുപോലെ മറ്റ് അലവൻസും ഒക്കെ തീരുമാനിക്കുന്നത് ആരാ? കേന്ദ്ര സർക്കാർ. ഇതെല്ലാം കേന്ദ്ര സർക്കാരിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോ എത്ര മാർക്ക് കിട്ടിയത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ഈ വിവരാവകാശ നിയമവും ഞാൻ ഒരു ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞു, ഇനി ഒരു ക്ലാസ്സും കൂടി വരുന്നുണ്ട്. അതിലാണ് ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അതൊക്കെ ഉൾപ്പെടുന്നത്. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അതുകൂടി കണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണാം. താങ്ക് യു.